ആലപ്പുഴ പുളിങ്കുന്ന് പഞ്ചായത്തിലെ ഗ്രാമീണ റോഡ് നവീകരണമെന്നാവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ചതുർത്യാകരി വിനോബ നഗർ നിവാസികൾ. പാടശേഖരത്തിൽ നിന്ന് വെള്ളം കയറി വഴി മുങ്ങുന്നതിനാൽ റോഡ് ഉയർത്തി നിർമ്മിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കുട്ടനാട് കുടിവെള്ള പദ്ധതിക്കായി കോൺക്രീറ്റ് റോഡിൽ കുഴിയും എടുത്തതോടെ ഈ റോഡിലൂടെയുള്ള യാത്ര തീർത്തും ദുഷ്കരമാണ്. പുളിങ്കുന്ന് പഞ്ചായത്ത് 15-ാം വാർഡ് ചതുർത്യാകരി വിനോബ നഗറിലെ 40ഓളം കുടുംബങ്ങൾ നേരിടുന്നത് കടുത്ത യാത്രാ ദുരിതമാണ്. CPM മങ്കൊമ്പ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച് വാച്ചാൽച്ചിറ വരെയുള്ള റോഡ് കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ഇവരുടെ യാത്രാ ദുരിതത്തിന് കാരണം. അയ്യനാട് പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന ഏകദേശം 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള വഴിയാണിത്. പാടശേഖരത്തിൽ നിന്ന് വെള്ളം കയറിയാൽ പിന്നെ വർഷത്തിൽ പകുതിയിലേറെ മാസവും വഴി വെള്ളത്തിനടിയിലായിരിക്കും. റോഡിന് വേണ്ടത്ര ഉയരമില്ലാത്തതിനാൽ സമീപത്തെ വീടുകളുടെ മുറ്റത്തും പറമ്പുകളിലും വെള്ളക്കെട്ടുണ്ടാവും. ഞങ്ങൾക്ക് വേണ്ട ഒരു മീൻകാരി കയറി വരത്തില്ല, ഗ്യാസുകാരി കയറി വരത്തില്ല, ഒരു പച്ചക്കറിക്കാരി കയറി വരത്തില്ല. റോഡ് കോൺക്രീറ്റ് ചെയ്ത റോഡായിരുന്നു, അത് വെട്ടിപ്പൊളിച്ച് ഈയിടെ പൈപ്പ് ഇട്ടിട്ട് ഒരു തരത്തിലും ഞങ്ങൾക്ക് നടക്കാനും മേലെ നീന്താനും മേലെ ഒരു പരുവം വയ്യാത്ത വിധത്തിൽ കിടക്കുക. വടക്കോട്ട് അങ്ങോട്ടും എല്ലാം വെള്ളമായിട്ട് മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ ഒരാള് ചാകാൻ പോയ ഇവിടുന്ന് ഒന്ന് പുളുങ്ങുന്ന ആശുപത്രി കൊണ്ടെത്തിക്കാൻ മാർഗമില്ലാതെ ഞങ്ങൾ ഇവിടെ കിടന്ന് സഖിയിടുവാണ്. എന്തെങ്കിലും ഇതിന് ആരാണേലും ചെയ്യേണ്ടവർ ഈ വഴിയൊന്ന് നന്നാക്കി തന്നെ വളരെ ഉപകാരം. വഴിയുടെ തുടക്കത്തിലുള്ള വീടുകൾക്ക് സമീപവും മഴക്കാലത്ത് അരയ്ക്കൊപ്പവും വെള്ളമുണ്ടാകും. ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിനു ശേഷം ദിവസങ്ങൾ പിന്നിട്ടിട്ടും വഴിയിൽ നിന്ന് ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല. കുട്ടനാട് ശുദ്ധജല പദ്ധതിക്കായി പൈപ്പിടുന്നതിന് റോഡ് വെട്ടിപ്പൊളിച്ചതോടെ യാത്ര കൂടുതൽ ദുരിതപൂർണമായി തീർന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിന്റെ കുത്തിപ്പൊളിച്ച ഭാഗം എത്രയും വേഗം കോൺക്രീറ്റ് ചെയ്യുമെന്നും ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ടെന്നുമാണ് വാർഡ് മെമ്പർ TS പ്രദീപ് കുമാർ പറയുന്നത്. റോഡ് ഉയർത്തി നിർമ്മിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രദീപ് കുമാർ പറഞ്ഞു. 6 മീറ്ററെങ്കിലും വീതിയിൽ 2 അടിയെങ്കിലും ഉയർത്തിയെങ്കിൽ മാത്രമേ ഇവരുടെ ഈ വെള്ളക്കെട്ട് മാറ്റി ഇവരുദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു റോഡ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അത് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരിക്കലും അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു റോഡ് കൊണ്ടുവരുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട MLA ഇത് ഇലക്ഷൻ സമയത്ത് അവർ നമ്മളോട് വാക്ക് തന്നിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് MLA ഫണ്ട് ഉപയോഗിച്ച് ഇത് സഞ്ചാരയോഗ്യമാക്കി തരുന്നതിനുള്ള ഫണ്ട് അനുവദിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എന്റെ പിന്തുണ ഉണ്ടാകും. അതിനുള്ള പരിശ്രമം നടത്തിയിരിക്കും. അടിക്കടി ഉണ്ടാവുന്ന വെള്ളപ്പൊക്കത്തെ തുടർന്ന് റോഡിന്റെ പല ഭാഗവും വിണ്ടുകീറിയ അവസ്ഥയിലാണ്. പാടശേഖരത്തിന്റെ ഭാഗത്തേക്ക് റോഡ് ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുന്നു. അധികൃതരുടെ ഭാഗത്തു നിന്നും വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.